ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷോ സ്വാലെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ഗുലാബ് ജാം റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഗുലാബ് ജാം ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവരും ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഗുലാബ് ജാം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനും ഇതിനു മുമ്പ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഗുലാബ് ജാം ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ച് ഇതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. പൊതുവേ ബ്രെഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രൗൺ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും എടുക്കാറില്ല, അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ്. പക്ഷെങ്കിൽ ഞാൻ ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയിലിട്ട് പൊടിച്ച് ഈ കാണുന്ന രൂപത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് മിൽക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാല് ഈ ഒരു പൊടിച്ച ബ്രെഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്ന മൈദമാവ് ഗോതമ്പൊക്കെ കുഴിച്ചെടുക്കുന്ന പോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുത്തിട്ട് നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി സിമ്പിളാണ്. പക്ഷേ ഈ സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ഇപ്പോൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അല്ലേ, കയ്യിൽ ബ്രെഡോ ഇല്ലെങ്കിൽ ബന്നോ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ കാണുന്ന പരുവത്തിൽ ഇപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓവർ ലൂസായി പോവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാല് കൂടിപ്പോയി കുറച്ച് ലൂസായി എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദയോടെ ഇതിലിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് എത്ര വലിപ്പത്തിലാണോ ഗുലാബ് ജാം വേണ്ടത് ആ ഒരു പരുവത്തിൽ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെയാണ് ഏത് ഷേപ്പാണ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഗുലാബ് ജാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അത്യാവശ്യം വലിയ സൈസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമ്മളെ ചോയ്സാണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഷുഗർ വേണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ഷുഗർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യുക. ചില ആൾക്കാർ ഇതിൽ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടിപ്പ് അത്ര മതി കേട്ടോ. കൂടുതലായിട്ട് ടൈറ്റായി പോവാണ്ട് ശ്രദ്ധിക്കുക. എത്രയും ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കുക കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പ് കുറച്ച് കൂടുതലുള്ളതാണ് നല്ലത്. ഗുലാബ് ജാം അതിൽ മുങ്ങി നിൽക്കുന്ന രൂപത്തിലിട്ടാൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗുലാബ് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുക, അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു ഓയിൽ ഓവർ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് പെട്ടെന്ന് ബ്രൗണിഷ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ സാവധാനത്തിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും ഇതിങ്ങനെ ഇളക്കി അങ്ങനെ വേണം ഇത് ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇതിൻ്റെ എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം പെട്ടെന്ന് ഇതായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ചൂടോട് കൂടിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ആരും വീഡിയോസ് കണ്ടിട്ട് ഒരു ഫീഡ്ബാക്കും പറയുന്നില്ല.
നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സ്വീറ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചു ഇല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ് കഴിക്കാൻ വേണ്ടി ക്രാവിങ്സ് ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഗുലാബ് ജാം എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയാൽ മതി കേട്ടോ. ഇനി നമ്മളിത് എടുത്ത് ഈ ചൂടോട് കൂടിയിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് എത്ര സമയം ഈ ഒരു സിറപ്പിൽ നിൽക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതെടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എത്ര സിമ്പിളായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെന്ന്. നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ബണ്ണിൻ്റെ ആ ഒരു സൈഡൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഫുള്ളായിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നും ഇല്ലായിരുന്നു, ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഗുലാബ് ജാമും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം കേട്ടോ. ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാലുള്ളത്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊതുവേ നമുക്കൊന്നുകൂടെ ടേസ്റ്റ് തോന്നും കേട്ടോ. എനിക്കങ്ങനെയാണ്, നമ്മളുണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മളുണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ഒത്തിരി ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെയാണോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കല്ലേ, കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. നമുക്ക് ചായക്കോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.